നിലനിൽപ്പിനുള്ള ഉടമ്പടിയിൽ ഇപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻസ് പോയിൻറ്റുകൾ വരും. ചിലപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ തോന്നണ നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില വിഷയങ്ങളൊക്കെ ചില ആൾക്കാരോട് സംസാരിച്ച് ഉടക്കി പിരിഞ്ഞ് ചിലയിടത്ത് ചെന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പോൾ ഇറിറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒത്തിരി ഉണ്ടാകും ഇതിൻ്റെ അകത്ത്. നമ്മൾ ചോറിനെ കല്ല് കടിക്കുന്ന പോലെ ഇടയ്ക്കുന്ന ഇറിറ്റേഷൻ പോയിൻ്റാണ്. ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോഴുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആന്തരിക അഭിഷേകം തരണമെന്ന്. നിങ്ങൾ എന്ത് ചെയ്താലും, ഒരു ദാനധർമ്മം ചെയ്താലും, ഒരു പത്രം കൊടുത്താലും, ഒരു ഓർഫനേജിൽ പോയാലും, മറ്റുള്ളവർക്ക് നന്മ ചെയ്താലും നിങ്ങൾ കർത്താവിനെ പറഞ്ഞു, കർത്താവ് ഈ പ്രവർത്തനങ്ങൾ ഞാൻ എനിക്ക് ആന്തരികമായ അഭിഷേകം വർദ്ധിക്കാൻ വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറയണം. ആന്തരിക അഭിഷേകം. ഈ ആന്തരിക അഭിഷേകം വന്നാൽ ഇറിറ്റേഷൻസ് കുറയും. ഇറിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഉൾഭയങ്ങൾ, വിഷമതകൾ, നിരാശകൾ, സങ്കടങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ അത് ആവശ്യമില്ലാതെ നമ്മൾ ഉടമ്പടിയില്ല, പക്ഷേ നമുക്ക് സങ്കടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടാകും. പുതിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇറിറ്റേഷൻ പുതിയ വരും. ഉടമ്പടി